അപ്പോൾ നമ്മൾ നാൻഡ് ഡാറ്റ റിക്കവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഐഫോൺ 6s മുതൽ ഐഫോൺ 7 പ്ലസ് വരെയുള്ള ഡിവൈസുകളാണ്. ഐഫോൺ 6s, 6s പ്ലസ്, 7 പ്ലസ് ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്ന ഡിവൈസുകളാണ്. സെയിം നാൻഡാണ് അതിൽ വരുന്നത്. അതേപോലെ 5SC ഇതിൽ സൂട്ടബിളാണ്. അപ്പോൾ നമുക്ക് നാൻഡ് ഡാറ്റ റിക്കവർ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഏത് ഡിവൈസിലാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസിൽ പുതിയ ഒരു നാൻഡ് ഇൻസേർട്ട് ചെയ്ത് അതിൽ ഫ്ലാഷ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതിനുശേഷം നമുക്ക് JC ഡ്രോയിങ് എന്ന് പറഞ്ഞ സ്കിമാറ്റിക്സ് ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ JC ഡ്രോയിങ് ഓപ്പൺ ചെയ്യുക. അതേപോലെ നമുക്ക് നാൻഡ് ഇത് JCയുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് JCൻ്റെ P7 എന്ന് പറഞ്ഞ നാൻഡ് പ്രോഗ്രാമർ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, JC P7 ആണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ JC P7ൽ നമ്മളൊരു നാൻഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നാൻഡ് ഡാറ്റ മിസ്സായി കഴിഞ്ഞു. അപ്പോൾ ഇനി പഴയ നാൻഡുമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ പുതിയ നാൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഡിവൈസിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഡിവൈസ് ഒരു തവണ കംപ്ലീറ്റ് ഫ്ലാഷ് ചെയ്യണം. കംപ്ലീറ്റ് ഫ്ലാഷ് ചെയ്തതിന് ശേഷം ആ നാൻഡ് വീണ്ടും റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സോക്കറ്റിൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ JC ഡ്രോയിങ് തുറക്കുക. ഇതിൽ നമുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അത് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫാക്ടറി കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫാക്ടറി കോഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു നാൻഡ് ഡാറ്റ റിക്കവറി ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇതിൽ നമ്മൾ കോം പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോം ഇപ്പോൾ എക്സ്ട്രാ കോം ഒന്നും വന്നിട്ടില്ല. അഥവാ ഇവിടെ എക്സ്ട്രാ കോം പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണക്ട് ചെയ്ത സോക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മിസ്സാവുന്ന പോർട്ട് ഏതാണോ അത് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമ്മളിവിടെ കണക്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഒരു കണക്റ്റ് കൊടുത്താൽ മതി. അതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഇവിടെ എൻക്വയറിംഗ് ഉള്ള ഒരു വെയിറ്റിംഗ് പ്രോസസ്സ് കാണാം. ഈ സമയം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൻഡിൻ്റെ അകത്ത് നിന്നും അതിൽ വളരെ സീക്രട്ടായിട്ട് നാൻഡിൻ്റെ അകത്ത് ആ ഒരു ഡിവൈസിൻ്റെ ഒറിജിനൽ ഫാക്ടറി കോഡ് ഹിഡൻ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ ഈ JC പ്രോഗ്രാമർ ഇവരൊരു പ്രത്യേക സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അവരതിനെ റിട്രീവ് ചെയ്ത് എടുത്ത് തരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സീരിയൽ നമ്പറും വൈഫൈ MAC അഡ്രസ്സും ബ്ലൂടൂത്ത് MAC അഡ്രസ്സും ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ സീരിയൽ നമ്പർ ഇവിടുന്ന് കോപ്പി ചെയ്യും. ഓക്കെ, ഇവിടുന്ന് കോപ്പി ചെയ്യുക. നമുക്ക് അത് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇവിടെ ഒരു നോട്ട് പാഡ് എടുത്തിട്ട് അവിടേക്ക് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അതല്ല നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അതുപോലെ ഇത് കാണിക്കുന്നത് IMEI നമ്പറാണ്. വൈഫൈ രണ്ടാമത് കാണിക്കുന്നതാണ് വൈഫൈ MAC അഡ്രസ്സ്. ഈ MAC അഡ്രസ്സ് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതേപോലെ ബ്ലൂടൂത്ത് MAC അഡ്രസ്സ്. ഈ 3 ഡാറ്റയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 3 ഡാറ്റയും എന്ത് ചെയ്യുക, അവിടുന്ന് ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത സ്ക്രീനിൽ നിന്ന് എടുത്തിട്ട് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ നമുക്ക് ഇവിടുന്ന് ഈ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ പോയത്. അതായത് JC പ്രോഗ്രാമറിൽ JC ഡ്രോയിങ്ങിൽ പോയത്. ഓക്കെ, ഇനി നമുക്കിത് റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് JC പ്രോഗ്രാമറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. JC പ്രോഗ്രാമർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. JCIDൻ്റെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് അത് റൈറ്റും ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് വേറെയും ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, ആക്സസ് ഫ്രീ ആണ്. അപ്പോൾ
ഇനി JCIയുടെ എന്തൊരു പ്രൊഡക്റ്റ് കയ്യിലില്ലാത്ത ആൾക്ക് പോലും ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യാം. ഇത് നാൻഡ് റീഡ് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ പോയിട്ട് കണക്റ്റ് അടിക്കുക. കണക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് P7 ആണ്. JCIയുടെ P7 എന്ന് പറഞ്ഞ ബോക്സാണ് യൂസ് ചെയ്തത്. ഇതിലാണ് നമ്മൾ ഈ പറഞ്ഞ PCI ഡിവൈസുകൾ, അതായത് iPhone 5SC, 6S, 7 ഇങ്ങനത്തെ ഡിവൈസുകളൊക്കെ നാൻഡ് റീഡ് റൈറ്റ് ചെയ്യാനുള്ള ഡിവൈസാണ്. ഓക്കെ, നമുക്ക് ഡിവൈസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹാർഡ് ഡിസ്ക് നാൻഡ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. 64 GB നാൻഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ക്വയറി ഇൻഫോ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിലവിലുള്ള ഡാറ്റ ഇവിടെ ലോഡായിട്ട് വരും. ദെൻ നമുക്കിവിടെ ഈ ഒരു സീരിയൽ നമ്പർ എന്നുള്ള കോളത്തിലേക്ക് നമ്മൾ എവിടെയാണോ നമ്മൾ നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുക. ദെൻ റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റ ഇവിടെ മാറ്റി റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇവിടുന്ന് കോപ്പി അടിക്കുക. ദെൻ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക, റൈറ്റ് ചെയ്യുക. റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ആ ഒരു ഡാറ്റ റൈറ്റ് ആയിട്ട് വരും. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൽ റൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ സെയിം ഫയൽ തന്നെയാണ് റീറൈറ്റ് ചെയ്തത്. ഓക്കെ, ഇനി വൈഫൈ മാക് അഡ്രസ്സ് ഇവിടെയാണ് റൈറ്റ് ചെയ്യുക. അതേപോലെ ബ്ലൂടൂത്ത് മാക് അഡ്രസ്സ് ഇവിടെയും ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ നേരെയുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ റൈറ്റ് ആവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസിൻ്റെ ഒറിജിനൽ ഡാറ്റ നമ്മളെ നാൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഡിവൈസ് ഒരു തവണ സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിപ്പം PCI നാൻഡുകളാണ് പറഞ്ഞത്. അതേപോലെ പുതിയ മോഡലുകൾ iPhone 8 മുതൽ iPhone 11 Pro Max വരെയുള്ള നാൻഡാണ് നമുക്ക് ഡാറ്റ മിസ്സായതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു JC പ്രോഗ്രാമറിലാണ് ഇതിൻ്റെ റിക്കവറി ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നമ്മൾ കാണുന്ന ക്വയറി കോഡ് എന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടൺ, ക്വയറി കോഡ്, ഈ ക്വയറി കോഡ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ റിട്രീവ് ആയിട്ട് വരുന്നതാണ്. നാൻഡ് ഡാറ്റ ഈ ഒരു സ്ക്രീനിൽ തന്നെ റിട്രീവ് ആയിട്ട് വരുന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡിവൈസിൽ പുതിയൊരു നാൻഡ് ഇൻസേർട്ട് ചെയ്ത് സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ടാവണം. അതിന് ശേഷം ആ നാൻഡ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമറിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ iPhone 8 മുതലുള്ള നാൻഡ് ആണെങ്കിൽ അത് BGA 110 ആണ്. BGA 110 സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാമറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നാൻഡ് ഡാറ്റയൊക്കെ തിരിച്ച് എടുക്കാവുന്നതാണ്, റിക്കവറി ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.